ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഷാലിമ. അപ്പൊ എല്ലാവരും തന്നെ ഡ്രൈവർ എക്സാമുകൾക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വന്നൊരു എക്സാം ആണ് ഡ്രൈവർ കം OA എക്സാം. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഒരുപാട് നിയമന സാധ്യതകളുള്ള ആ ഒരു പോസ്റ്റ് ആണ് ഈ ഡ്രൈവർ പോസ്റ്റ് ഒക്കെ അല്ലെ. അപ്പോൾ ഈ ഡ്രൈവർ കം OA ആണെങ്കിലും ഒരുപാട് നിയമന സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കുറെ ഡൗട്ട്സ് ഉണ്ടാവും അല്ലെ. ഈ നമുക്ക് സിലബസിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലുള്ള ചേഞ്ചസ്, അതൊക്കെ എല്ലാവർക്കും ഓരോ ഡൗട്ട്സ് ഉണ്ടാവും, കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ അത് നമ്മളിവിടെ ക്ലിയർ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് GK ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോ നെയിം ഓഫ് ദ പോസ്റ്റ് പറയുമ്പോൾ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ്, ഡ്രൈവർ കം OA ആ ഒരു എക്സാം ആണ്. അതുപോലെ തന്നെ നെയിം ഓഫ് ദ ഫേം ചോദിച്ചാൽ വേരിയസ് ഗവൺമെന്റ് ഓൺഡ്, ഏതൊക്കെ ഫേമിലേക്കാണെന്ന് ചോദിച്ചാൽ വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ്, കോർപ്പറേഷൻ, ബോർഡ്സ്, അതോറിറ്റീസ്, സൊസൈറ്റി, ഈ ഒരു ഇത്രയും ഫേമിലേക്ക് വേണ്ടിയാണ് ഈ ഒരു എക്സാം നടത്തുന്നത്. അതുപോലെ നമുക്ക് സാലറി സ്കെയിൽ വരുമ്പോൾ എങ്ങനെയാണ്, സ്കെയിൽ ഓഫ് പേ ആസ് പ്രിസ്ക്രൈബ് ഫോർ ദ പോസ്റ്റ് ബൈ ദ എങ്ങനെയാണ് കൺസേൺഡ് ഓർഗനൈസേഷൻ. എങ്ങനെയാണ് അതിന്റെ സാലറി സ്കെയിൽ വരുന്നത്, സ്കെയിൽ ഓഫ് പേ ആസ് പ്രിസ്ക്രൈബ് ഫോർ ദ പോസ്റ്റ് ബൈ ദ കൺസേൺഡ് ഓർഗനൈസേഷൻ. അതുപോലെ തന്നെ അതിന്റെ വേക്കൻസീസ് എങ്ങനെയാണ്, എത്ര വേക്കൻസീസ് ഉണ്ടാവും, ആന്റിസിപ്പേറ്റഡ് ആണ് അല്ലെ. വേക്കൻസീസ് എങ്ങനെയാണ്, ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. ഓക്കെ, അപ്പോ സിലബസിൽ നേരത്തെ എങ്ങനെയായിരുന്നു, 50 ആയിരുന്നു അല്ലെ. 50 GK പോർഷൻസും 50 മാർക്കിന് എത്ര വരും, 50 മാർക്കിന് നമ്മുടെ ആ ഒരു ടെക്നിക്കൽ എക്സാമിന്റെ ആ ഒരു സിലബസും ആയിരുന്നു 50 മാർക്കിന് വന്നിട്ട്. അപ്പോൾ ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട് നമ്മുടെ സിലബസിൽ, മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പൊതുവിജ്ഞാനം പറയുമ്പോൾ എത്ര മാർക്കിനാണ് പൊതുവിജ്ഞാനം, 40 മാർക്കിനാണ് അല്ലെ. അപ്പൊ പൊതുവിജ്ഞാനം 40 മാർക്കിന് പൊതുവിജ്ഞാനം വരുന്നു. അപ്പൊ ആ പൊതുവിജ്ഞാനത്തിന്റെ കൂടെ 10 മാർക്ക് മാറ്റിയിട്ടുണ്ട്. എന്താന്ന് നോക്കാം. അപ്പോ ഫസ്റ്റ് വരുന്നത് എന്താണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നുള്ള പോർഷൻസ് ആണ് ഫസ്റ്റ്. അപ്പോ അതിലെ തന്നെ ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ എന്ത് വരുന്നുണ്ട്, സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ആ ഒരു ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള എക്സാമിന് നമുക്കറിയാം, നമുക്ക് എപ്പോഴും എക്സാമുകൾക്ക് ഈ GK പോർഷനായിട്ട് വരുമ്പോൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് നമ്മുടെ SCRT ആ ഒരു 5 മുതൽ 10 വരെയുള്ള ആ ഒരു ക്ലാസ്സുകളിലെ ആ ഒരു GK പോർഷൻ, ഹിസ്റ്ററിയും ജോഗ്രഫി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട ഈ GK പോർഷൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴും നമുക്ക് എന്താണ് നമ്മുടെ ഈ SCRT, NCRT എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസിനാണ്, ആ ഒരു പാഠഭാഗങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഈ സ്വാതന്ത്ര്യ സമരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൂടുതലും ചോദിക്കാറ്. അപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ എന്ത് വരുന്നു, സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ എന്ത് പഠിക്കണം, ദേശീയ പ്രസ്ഥാനങ്ങൾ പഠിക്കണം അല്ലെ. ദേശീയ പ്രസ്ഥാനങ്ങൾ ഇതൊക്കെ നിങ്ങൾ കൂടുതൽ വാരി വലിച്ച് പഠിക്കേണ്ട, നിങ്ങൾ കൂടുതലും നമ്മുടെ സ്കൂൾ ടെസ്റ്റിനെ ഫോക്കസ് ചെയ്യണം. ഓക്കെ, അതുപോലെ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് പഠിക്കണം. പിന്നെ ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവ എത്ര മാർക്കിനാണ് ഇത്, ഇത്രയും കൂടി എത്ര മാർക്കിന് ചോദിക്കുന്നുണ്ട്, 5 മാർക്കിന് ചോദിക്കും കേട്ടോ. ഇതെല്ലാം കൂടി എത്ര മാർക്കാണ്, 5 മാർക്ക്. നമ്മൾ എപ്പോഴും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കി വേണം പഠിക്കാൻ കേട്ടോ. അതുപോലെ രണ്ടാമത് വരുന്നത് ഏതാണ്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ വരുന്നുണ്ട്. അപ്പൊ അത് SCRT മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല, അത്യാവശ്യം നന്നായിട്ട് ബാക്കി സിലബസ്, ബാക്കി ആ ഒരു പോർഷൻസും നമ്മൾ ഇത്തിരി ഡീപ്പായിട്ട് പഠിക്കണം. എന്താണ്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, പിന്നെ യുദ്ധങ്ങൾ വരുന്നുണ്ട്, പിന്നെ എന്താണ്, പഞ്ചവത്സര പദ്ധതികൾ വരുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആണ് പഞ്ചവത്സര പദ്ധതികൾ. പണ്ടൊക്കെയാണ് പഞ്ചവത്സര പദ്ധതികൾ എവിടെന്നെങ്കിലും നമുക്ക് എങ്ങനെയാണ് ഡയറക്റ്റ് ആയിട്ടൊക്കെ പഞ്ചവത്സര പദ്ധതി എന്നൊക്കെ ക്വസ്റ്റ്യൻ വരുന്നത് അല്ലെ. ഇപ്പൊ എങ്ങനെയാണ് പഞ്ചവത്സര പദ്ധതി കുറച്ച് ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു പോർഷൻ നോക്കുക, പഞ്ചവത്സര പദ്ധതികൾ. പിന്നെ വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും, ഇത് ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗം തന്നെയാണ്. എത്ര മാർക്കാണ് അതിന്, 5 മാർക്കാണ്. ഇത്രയും ഭാഗത്തിന് എത്രയാണ്, 5 മാർക്ക്. അപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആ ഒരു ഭാഗത്തിന് 5 മാർക്ക് ഉണ്ട്. പിന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും, ഇതെല്ലാം കൂടി എത്ര മാർക്കാണ്, 5 മാർക്കിനാണ് അത്രയും ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ മൂന്നാമത്തെ ഭാഗം എന്താണ്, മൂന്നാമത്തെ ഭാഗം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതെന്താ, എത്ര മാർക്ക് ഉണ്ട്, അത് 5 മാർക്കിനാണ്. അതിൽ എന്തൊക്കെ വരുന്നുണ്ട്, ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും, അതിൽ തന്നെ ഏതാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും അല്ലെ.
മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും ഒക്കെ എന്താണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ മൗലിക അവകാശങ്ങളൊക്കെ. പിന്നെന്താണ് ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങൾ. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനും അത്യാവശ്യം ഡീപ്പായിട്ട് തന്നെ പഠിക്കുക. നമ്മുടെ സിലബസിലുള്ളത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. കൂടുതൽ വാരി വലിച്ച് പഠിച്ച് സമയം കളയൊന്നും വേണ്ട. എന്തൊക്കെയാണ് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും പിന്നെ ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ. എത്ര മാർക്കാണ്? 5 മാർക്കാണുള്ളത്. ഓക്കെ, അടുത്ത ഏതാണ്? അടുത്ത 4ാമത്തെ ഭാഗത്ത് എന്താണ്? നമ്മുടെ ജോഗ്രഫി ആണ് അല്ലെ. ജോഗ്രഫിക്ക് എത്ര മാർക്ക് വരുന്നുണ്ട്? 5 മാർക്കാണ് ജോഗ്രഫിക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ. അപ്പൊ ഇന്ത്യൻ ജോഗ്രഫിയിൽ എന്തൊക്കെയാണ്? ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ. അപ്പൊ നമുക്കറിയാം ആ ഭൂപ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ പഠിക്കണം. അപ്പൊ നമ്മുടെ സ്കൂൾ ടെസ്റ്റ് തന്നെ നല്ല രീതിയിൽ ഈ ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട സ്കൂൾ ടെസ്റ്റിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പൊ പിന്നെ അതിർത്തികൾ വരുന്നുണ്ട്. പിന്നെന്താണ്? ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ. ഇതെല്ലാം കൂടി ഇന്ത്യൻ ജോഗ്രഫി എല്ലാം കൂടി എത്ര മാർക്കാണ്? 5 മാർക്കിനാണ് സ്കൂൾ ടെസ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഓക്കെ, പിന്നെ അഞ്ചാമത് എന്താണ്? നമ്മുടെ കേരളവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എത്ര മാർക്ക് ആ കേരളവുമായി ബന്ധപ്പെട്ടതിന്? 10 മാർക്കാണ്. ഇമ്പോർട്ടന്റ് ആണ്. 10 മാർക്കാണ്. നമുക്ക് അത്രയും ഭാഗങ്ങൾ പഠിച്ചാൽ 10 മാർക്ക് കിട്ടും. എന്തൊക്കെയാണ് കേരളവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്? എന്താണ്? ഭൂമിശാസ്ത്രം അടിസ്ഥാന വിവരങ്ങൾ. അപ്പൊ നമ്മുടെ കേരള ജോഗ്രഫിയിൽ എന്ത് പഠിക്കണം? കേരളവുമായി ബന്ധപ്പെട്ട് ഭൂമിശാസ്ത്രം പഠിക്കണം. പിന്നെ അതുപോലെ കേരളത്തിന്റെ എന്താണ് അടിസ്ഥാന വിവരങ്ങൾ പഠിക്കണം. പിന്നെ നമ്മുടെ കേരളത്തില് നദികളെയും കായലുകളെയും കുറിച്ച് പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നദികളും കായലുകളും നമുക്ക് എപ്പോ കേരളവുമായി ബന്ധപ്പെട്ട് വന്നാലും നമ്മുടെ നദികളെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ നദികളും കായലുകളും പഠിക്കാം. പിന്നെന്താണ്? വിവിധ വൈദ്യുത പദ്ധതികൾ പഠിക്കുക. പിന്നെ വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളും. പിന്നെന്താണ്? മത്സ്യബന്ധനം, കായിക രംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെ കുറിച്ചുള്ള അറിവ്. അപ്പൊ 10 മാർക്ക് ഇമ്പോർട്ടന്റ് ആണ്. കേരളവുമായി ബന്ധപ്പെട്ട് 10 മാർക്ക് കമ്പൽസറി ആയിട്ട് പഠിക്കുക ഇത്രയും പോർഷൻസ്. അപ്പൊ കേരളവുമായി ബന്ധപ്പെട്ട് ഭൂമിശാസ്ത്രം അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, പിന്നെ വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായിക രംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയ കുറിച്ചുള്ള അറിവ്. ഇതെല്ലാം കൂടെ എത്ര മാർക്കാണ്? 10 മാർക്കിന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ? പിന്നെ നമുക്ക് വരുന്നത് 6ാമത് എന്താ വരുന്നത്? 6ാമത് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ, ഇന്ത്യയിലല്ല എങ്ങനെയാണ്? കേരളത്തിലാണ്. അത് സ്പെസിഫൈ ചെയ്ത് പഠിക്കുക. എന്താണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ. പിന്നെ നമ്മുടെ എപ്പോഴും ഉള്ള പോലെ നമ്മുടെ കേരളത്തിലെ നവോത്ഥാന നായകന്മാർ. എത്ര മാർക്കാണ്? ഇത്രയും കൂടി 5 മാർക്കാണ് കേട്ടോ. ഇത്രയും കൂടി എത്ര മാർക്ക്? 5 മാർക്കിന് ക്വസ്റ്റ്യൻ വരും. പിന്നെ എന്താണ്? 7ാമത് എത്രയാ? നമ്മുടെ ശാസ്ത്ര സാങ്കേതിക മേഖല, കല, സാംസ്കാരിക മേഖല, അതുപോലെ രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. അടുത്തത് 5 മാർക്കിന് ഏത് പോർഷൻസ് എന്നാണ് ചോദിക്കുന്നത്? നമ്മുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നിന്നും, അതുപോലെ കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. അത് എത്ര മാർക്കിനാണ്? 5 മാർക്കിന് ചോദിക്കുന്നത്. പിന്നെ ഇപ്പൊ നമുക്ക് 40 മാർക്ക് ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് 10 മാർക്ക് എവിടെയാണ്? 10 മാർക്ക് നമ്മുടെ പൊതുജന ആരോഗ്യമാണ്. എന്താണ്? പൊതുജന ആരോഗ്യവുമായി ബന്ധപ്പെട്ടാണ് 10 മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഈ പൊതുജന ആരോഗ്യത്തിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? പൊതുജന ആരോഗ്യത്തില് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും. നമ്മൾ എപ്പോഴും നമ്മുടെ പൊതുജന ആരോഗ്യമായിട്ട് പഠിക്കുമ്പോൾ രോഗകാരികളും ഉണ്ടാവാറുണ്ട് അല്ലെ. അപ്പൊ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും. അടുത്ത ഏതാണ്? അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം. അടുത്തത് അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം. അടുത്തത് ജീവിതശൈലി രോഗങ്ങൾ. പിന്നെ അടുത്ത ഏതാണ്? കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. അപ്പൊ ഇതെല്ലാം കൂടിയാണ് ഈ പൊതുജന ആരോഗ്യം എന്ന ഭാഗത്തില് ഇത്രയും പോർഷൻസിനാണ് എത്ര മാർക്ക്? ഇത്രയും പോർഷൻസിന് എത്ര മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കും? 10 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കും. ഇത് നമ്മൾ
എന്ത് ചെയ്യാ, നമ്മുടെ സ്കൂൾ ടെസ്റ്റ് ഫോക്കസ് ചെയ്യാം. ഓക്കെ, സ്കൂൾ ടെസ്റ്റ് ഫോക്കസ് ചെയ്താൽ കുറെ മാർക്ക് നമുക്ക് ഇവിടുന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ 50 മാർക്ക് കഴിഞ്ഞല്ലോ. ഇനി ഒരു 50 മാർക്ക്. 50 മാർക്കിന് നമുക്ക് സിലബസ് ഒരുപാട് ഇതായിട്ട് പറയുന്നില്ല. സിലബസ് ഏതാണ്? പാർട്ട് സെക്കൻഡ് ആണ്. അതിലെ ഡ്രൈവിംഗ് ആണ്. 50 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മുടെ ടെക്നിക്കൽ നിന്നാണ്. ഡ്രൈവിംഗിൻ ആ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് 50 മാർക്കിന് വരുന്നത്. അപ്പൊ സിലബസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇത്രയും പോർഷൻസ് ആണ് നമുക്ക് ചോദിക്കുന്നത്. ഓക്കെ, അതിന് മുമ്പ് തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഒരുപാട് ഡ്രൈവർ എക്സാമുകൾക്കൊക്കെ ഒരുപാട് റാങ്കുകൾ വാരിക്കൂട്ടിയ ഒരു സ്ഥാപനം തന്നെയാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പോൾ മിക്കപ്പോഴും നമുക്ക് എക്സാമുകൾക്കൊക്കെ ഫസ്റ്റ് സെക്കൻഡ് റാങ്ക് ഒക്കെ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ തന്നെയായിരിക്കും. അപ്പൊ നമ്മൾ ആ രീതിയിലുള്ള ആ ഒരു കോച്ചിങ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഡ്രൈവർ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി കോഴ്സുകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നേരത്തെയുള്ള കോഴ്സുകൾക്കൊക്കെ തന്നെ നമ്മൾ എപ്പോഴും ഡ്രൈവർ എക്സാമുകളാണെങ്കിലും ടെക്നിക്കൽ എക്സാമുകളാണെങ്കിലും നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെയുള്ള റാങ്കുകളൊക്കെ എപ്പോഴും നമ്മുടെ ഈ സ്ഥാപനത്തിന് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് ജോലിയിൽ പ്രവേശിക്കാൻ നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കർ കാരണമായിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള ക്ലാസ്സുകളാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വാരി വലിച്ചല്ല നമ്മൾ എപ്പോഴും പഠിക്കേണ്ടത്. ഒരു എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ എങ്ങനെയാണ് അത് പഠിക്കേണ്ടത്? ആ ഒരു സിലബസിനെ ഫോക്കസ് ചെയ്ത് ഏത് ഏരിയയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് മനസ്സിലാക്കി വേണം നമ്മൾ പഠിക്കാൻ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ക്ലാസ്സുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു ബേസിലാണ്. നമ്മൾ ഓൾറെഡി എനിക്കറിയാം നിങ്ങളെല്ലാം ജോലിക്ക് പോകുന്നവരായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും ക്ലാസ് കാണാൻ പറ്റില്ല അല്ലേ? അപ്പൊ നമ്മളിവിടെ ഓൺലൈൻ ക്ലാസ്സുകളെല്ലാം ആപ്പ് വഴി റെക്കോർഡ് ക്ലാസ്സുകളായിട്ട് ആപ്പ് വഴിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം ആപ്പിൽ റെക്കോർഡായിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സൗകര്യം പോലെ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്, കേൾക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ റെക്കോർഡ് ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കുറെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും അല്ലെ? ഈ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ മെന്റർ ഉണ്ടായിരിക്കും. നമുക്കറിയാം നമുക്ക് എവിടെന്നെങ്കിലൊക്കെ നോട്ട് കിട്ടി പഠിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഏത് രീതിയിലാണ് എങ്ങനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു മെന്ററിന്റെ ആവശ്യമുണ്ട് അല്ലെ? അപ്പൊ അതിനുവേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു മെന്റർ ഉണ്ടായിരിക്കും. അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് സവിശേഷതകളുണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്താ പ്രത്യേകത? നമുക്കറിയാം എക്സാം നമ്മൾ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മനസ്സിലാക്കണം അല്ലെ? എക്സാം എഴുതി നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സ്പീഡ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് കൂടുതൽ എക്സാമുകൾ എഴുതി നോക്കിക്കുന്നുണ്ട്. റിവിഷൻ എക്സാമുകൾ ഉണ്ടാവും, മോഡൽ എക്സാമുകൾ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ള കോഴ്സുകളാണ് നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് എല്ലാവരും തന്നെ നമ്മുടെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ 8089200474 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. റഷുടി നമ്പർ പറയാം, 8089200474 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതുവരെ പഠിത്തം സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. അപ്പോ 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് തിരഞ്ഞെടുക്കാനെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഏതൊക്കെയാണ് പ്രസ്താവന? ഫസ്റ്റ് കിടക്കുന്ന എന്താണ്? ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റ് ആയി 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തില് ജവഹർലാൽ നെഹ്റു ആയിരുന്നു കോൺഗ്രസ് പ്രസിഡന്റ് ആയത്. അടുത്ത കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു. അടുത്ത സ്റ്റേറ്റ്മെന്റ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനമുണ്ടായി. അപ്പോ ഈ 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? നമുക്കറിയാം ഏതാണ്? ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റ് ആയി. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? പിന്നെ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു, അതെന്താണ്? തെറ്റാണ് അല്ലെ? ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്തത് പൂർണ്ണ സ്വരാജ്യ പ്രഖ്യാപനം ഉണ്ടായി, എന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? അപ്പൊ ഇതിൽ ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? ആൻസർ 1 3 അല്ലെ? ഇതിന്റെ ശരിയായ സ്റ്റേറ്റ്മെന്റ് വരുന്നത് എത്രയാണ്? 1 3 എന്താണ്? ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ക്വിറ്റ് ഇന്ത്യ സമരവും ആരംഭിക്കാൻ തീരുമാനിച്ച് ആ ഒരു ടൈമിലല്ല അല്ലെ? അതെന്താണ്? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കാൻ തീരുമാനിച്ചത് ഏത് സമയത്താണ്, ഏത് വർഷമാണ്, ക്വിറ്റ് ഇന്ത്യ ഡേ എന്നാണ് എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഗുദായത് കിദ്മിത് ഗാർസ് എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? ഗുദായ് കിദ്മിത് ഗാർസ് എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ഏതാണ്? ഗുദായത്
ഗുദായത് കി മിത് ഗാസ് എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? നമുക്കറിയാം ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, ഓരോ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, ഒരു സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കും. ആ ഒരു പോർഷൻസ് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാം കേട്ടോ. അപ്പൊ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടത് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ്, മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുന്നതാണിത്. ഓക്കെ, എന്താണ്? സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായശാലകളും സഹായം നൽകിയ രാജ്യങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. ചേരാത്തത് തിരിച്ചറിയുക. ഓക്കെ, അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായശാലകളും സഹായം നൽകിയ രാജ്യങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. ചേരാത്തത് തിരിച്ചറിയാനെന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ്, ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ, ദുർഗാപൂർ ബ്രിട്ടൻ, ഭിലായി ജപ്പാൻ, റൂർക്കേല ജർമ്മനി. നമുക്കറിയാം എങ്ങനെയാണ് ഇതിന്റെ ആൻസർ വരുമ്പോ ഏതൊക്കെയാണ്? ബൊക്കാറോ ഏതാണ്? ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ ആണ് അല്ലെ, ബൊക്കാറോ. ദുർഗാപൂർ ബ്രിട്ടൻ ആണ് അല്ലെ, ദുർഗാപൂർ ബ്രിട്ടൻ. ഭിലായി എവിടെയാണ്? ഭിലായി ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചാണ്? ഭിലായി ഏത് രാജ്യമാണ്? ഭിലായി ജപ്പാനാണോ? ജപ്പാനല്ല അല്ലെ, ഇത് തെറ്റാണ്. അതുപോലെ റൂർക്കേല ഏത് രാജ്യമാണ്? ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചതാണ് റൂർക്കേല. ഓക്കെ, അപ്പൊ നമുക്ക് തെറ്റായിട്ടുള്ളത് ഏതാണ്? ഭിലായി ആണ് തെറ്റായിട്ടുള്ളത്. അപ്പൊ ഭിലായി തെറ്റാണ്. ഓപ്ഷൻ 3 എന്താണ്? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഭിലായി ഏത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഭിലായി ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചതെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ താഴെ നൽകിയിരിക്കുന്ന പ്രദേശങ്ങളിൽ ഏതൊക്കെയാണ് ഫ്രാൻസിന്റെ അധീനതയിൽ ഉണ്ടായിരുന്നത്? അപ്പൊ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ താഴെ നൽകിയിരിക്കുന്ന പ്രദേശങ്ങൾ, കുറെ പ്രദേശങ്ങൾ താഴെ നൽകിയിട്ടുണ്ട്. ഇതില് ഏതൊക്കെയാണ് ഫ്രാൻസിന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഗോവയുണ്ട്, പോണ്ടിച്ചേരി ഉണ്ട്, യാനമുണ്ട്, കാരക്കൽ ഉണ്ട്. ഗോവ, പോണ്ടിച്ചേരി, യാനം, കാരക്കൽ. ഇത് ഏതാ? നമുക്കറിയാം ഗോവ ഏതാണ്? ഗോവ ആരുടെ അധീനതയിലായിരുന്നു? പോർച്ചുഗീസ് ആണ് അല്ലെ. അപ്പൊ പോണ്ടിച്ചേരി, യാനവും കാരക്കലുമാണ് ഏതിന്റെ അധീനതയിൽ ഉണ്ടായിരുന്നത്? ഫ്രാൻസിന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശം. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ. 2, 3, 4 ശരിയായ ആൻസർ. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഈ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പൊ എല്ലാ ഭാഗവും അത്യാവശ്യം ഡീപ്പായിട്ട് തന്നെ പഠിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയിലേക്ക് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്ത ഭേദഗതി. ഏത് ഭേദഗതിയാണ്? ഇന്ത്യൻ ഭരണഘടനയിലേക്ക് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്ത, ഇന്ത്യൻ ഭരണഘടനയിലേക്ക് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്ത ഭേദഗതി. ഏത് ഭേദഗതിയാണ്? 42ാം ഭേദഗതിയിലൂടെയാണ് മൗലിക ചുമതലകൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ഓക്കെ, അപ്പൊ മൗലിക ചുമതലകളും മൗലിക അവകാശങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും എന്ന് പറഞ്ഞ് ആ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നല്ല രീതിയിൽ തന്നെ ആ ഒരു ഭാഗം പഠിച്ചു വെക്കണം. അടുത്തത്, മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു? മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക അവകാശങ്ങൾ നമുക്കറിയാം ഏത് ഭാഗമാണ്? ഭാഗം 3 അല്ലെ. ഭാഗം 3 മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗം ഏതാണ്? ഭാഗം 3. അപ്പൊ നമുക്ക് എത്ര മൗലിക അവകാശങ്ങൾ ഉണ്ട് നിലവില്? എത്രയുണ്ട്? 6 മൗലിക അവകാശങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു? 7 മൗലിക അവകാശം ഉണ്ടായിരുന്നു. ഒരു മൗലിക അവകാശത്തെ എടുത്ത് മാറ്റി അല്ലെ. നമ്മുടെ മൗലിക അവകാശത്തിൽ നിന്ന് എടുത്ത് മാറ്റി. ഏതിനെയാണ്? സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു. ഇപ്പൊ സ്വത്തവകാശം എന്ത് അവകാശമാണ്? സ്വത്തവകാശം ഇപ്പൊ ഒരു നിയമ അവകാശമാണ് അല്ലെ. അപ്പൊ ഏതാണ് മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വെച്ചാൽ ഏത് ഭാഗമാണ്? ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് സിലബസും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതുവരെ എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങാത്ത എല്ലാവരും തന്നെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക പഠിത്തം. ഓക്കെ, നമുക്ക് ഒരുപാട് നിയമന സാധ്യതകൾ ഉള്ളതാണ്. നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള അവസരങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. അപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ അവസരം വരണം എന്നില്ല. അപ്പൊ എല്ലാവരും തന്നെ നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ കോഴ്സ് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വീണ്ടും വേറെ ക്ലാസ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.